കേരളത്തിൻ്റെ സാമ്പത്തികാവസ്ഥയെ പരിഹസിക്കുന്നതുമായിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇതൊന്നും നടപ്പാക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ 2021 വാഗ്ദാനങ്ങളിലേക്കൊന്ന് പോകാം. അവിടെ പൂർ ഫാമിലിയിൽപ്പെട്ട, അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ താമസിക്കുന്ന മുഴുവൻ ആളുകൾക്കും 6000 രൂപ പ്രതിമാസ പെൻഷൻ പ്രഖ്യാപിച്ചിരുന്നു ന്യായയുടെ ഭാഗമായി. ഇപ്പോൾ പ്രഖ്യാപിച്ച പെൻഷൻ എത്ര? 3000 രൂപ. ബാക്കി 3000 രൂപ പോയി. 2021 6000 രൂപ വാഗ്ദാനം പ്രഖ്യാപിച്ച് തോറ്റു തുന്നമ്പാടി 2026 വന്ന് ആ 6000 നിന്ന് വെട്ടിക്കുറച്ച് 3000 ആക്കി വെച്ചു. ഒന്ന്, ഒരു വർഷം 72,000. ഇനി 2, 72,000 രൂപ ഒരു വർഷം തരും എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട വാഗ്ദാനം, അല്ലേ? അതാണ് ഈ പറഞ്ഞ 6000 രൂപ എന്ന് പറഞ്ഞത്. എവിടെ പോയി ആ വാഗ്ദാനം? കേരളത്തിൻ്റെ സാമ്പത്തികാവസ്ഥയെ പരിഹസിക്കുന്നതുമായിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇതൊന്നും നടപ്പാക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കാൻ പോകുന്നുവെന്ന ഈ പ്രഖ്യാപനം വേറെ എവിടെയോ കേട്ടിട്ട് നോക്കിയപ്പോഴാണ് കർണാടകയിലെ വാഗ്ദാനം കേട്ടത്. ഇപ്പോൾ കർണാടക സർക്കാർ എന്താ ചെയ്യുന്നത്? ആ വാഗ്ദാനം കൊടുത്ത് കുടുങ്ങി. ഒടുവിൽ അത് എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? അത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള സ്ത്രീകളിലേക്ക് മാത്രമായിട്ട് പരിചയപ്പെടുത്താൻ തീരുമാനിച്ചു. ഇവിടെ നോക്കൂ, മാത്രമല്ല പുരുഷന്മാരുടെ റേറ്റ് കൂട്ടി. ഇതാണ് അവിടെ സംഭവിച്ചത്. മാത്രമല്ല അങ്ങനെയല്ലല്ലോ നിങ്ങൾ അഡ്രസ് ചെയ്തത്. ഇതിനു മുമ്പ് പ്രഖ്യാപിച്ച ഇതേ വാഗ്ദാനങ്ങൾ കർണാടകയിൽ നടപ്പിലാക്കിയതിനെ കുറിച്ച്, കർണാടകയിൽ 55 വാഗ്ദാനങ്ങളെ കുറിച്ച് ഇപ്പോൾ റൈറ്റ് ഇൻഫർമേഷൻ കൊടുത്തു. എത്ര എണ്ണം നടപ്പിലാക്കി? 55 RT കൊടുത്തു. 59 എണ്ണത്തിൽ ആകെ നടപ്പിലാക്കിയത് 2 എണ്ണം. കർണാടക സർക്കാരിന്റെ, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാരിന്റെ സ്റ്റാറ്റസാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതൊന്നും വേണ്ട. കേരളത്തിലെ ജനങ്ങൾ ചോദിക്കൂലേ, സാർ ഈ ഗ്യാരണ്ടിയൊക്കെ നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ ഇട്ടുപോയ കല്ലിനുമേതെ ഒരു കെട്ടിടമെങ്കിലും കെട്ടി ഉയർത്തി ആ വയനാട്ടിലെ ചൂരമലയിലെ മുണ്ടക്കയിലെ മനുഷ്യർക്കൊരു വീട് കെട്ടിക്കൊടുത്താൽ നിങ്ങൾ പറഞ്ഞ ഗ്യാരണ്ടി ഞങ്ങൾ ഗ്യാരണ്ടിയാണെന്ന് വിശ്വസിക്കാം.